ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇതുങ്ങൾക്കൊക്കെ വേണ്ടത് ഉണ്ടാക്കി ഇതുങ്ങളെയൊക്കെ റെഡിയാക്കി അയക്കുമ്പോഴേക്കും ഉണ്ടല്ലോ, ഇതൊക്കെ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അനിത, ഇവിടെ വെച്ചിരുന്ന പൊട്ട ഉണ്ടോ? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ പൊട്ട എടുക്കരുതെന്ന്? എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. എന്റെ സാധനങ്ങൾ എടുക്കരുതെന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിർത്തടിയൊന്ന്. രണ്ട് പെമ്പിള്ളേരായിട്ട് കിടന്ന് വഴക്കടിക്കുന്നത് കണ്ടില്ലേ? എപ്പ കണ്ടാലും ആമ്പിള്ളേരെ പോലെ രണ്ടെണ്ണം. എന്താടി കൊച്ചിന് വഴക്ക് പറയാൻ തുടങ്ങിയോ? എത്ര പ്രാവശ്യം പറഞ്ഞോട്ടെ, പിള്ളേർ ഇറങ്ങുമ്പോ ഒന്നും പറയില്ലേന്ന്. വന്നല്ലോ അവർക്ക് വേണ്ടി പറയാൻ. രാവിലെ മുതൽ രണ്ടെണ്ണം കിടന്ന് വഴക്കടിക്കുക. എന്തെങ്കിലും ചോദിച്ചോ നിങ്ങള്? ഇങ്ങനെ പൊന്നാരിച്ച് തലയിൽ കീറ്റിയോണ്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. ഒന്ന് വാടച്ചേ. ഈ പിള്ളേര് തന്നെ ടി വി കിടന്ന ഡാൻസ് കളിക്കുകയാണെങ്കിൽ നിങ്ങൾ കൈയടിക്കും, നാട്ടിലെ ഉത്സവത്തിന് ഡാൻസ് കളിക്കുകയാണെങ്കിൽ തുള്ളിക്കൊണ്ടുവരും. അങ്ങനെ പറയാ ചക്കര അച്ഛാ, പുതിയ ഡ്രസ്സിൽ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അതിപ്പോ പറയാനുണ്ടോ? നീ ഏത് ഡ്രസ് ഇട്ടാലും ദേവതയെ പോലെ. അച്ഛാ ഞാനോ? അച്ഛാ അതൊന്നുമില്ല, നീ ഒരു കുഞ്ഞു ദേവതയല്ലേ. ഓക്കെ അച്ഛാ, ഞങ്ങൾ ഇന്ന് ഇറങ്ങട്ടെ. നോക്കി പോയിട്ട് വരണേ. ഓക്കെ അച്ഛാ. എന്റെ ചക്കര അച്ഛാ. കണ്ടില്ലേ, എല്ലാ കഷ്ടപ്പാടും എനിക്ക്. ഉമ്മ പക്ഷെ അച്ഛന് തന്നെ. നിനക്കിപ്പോ എന്താടി പ്രശ്നം? ഉമ്മയല്ലേ, അതിപ്പോ ഞാൻ തന്നേക്കാം. അച്ഛാ, ഞാനിതുവരെ പോയില്ല അച്ഛാ. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ. എന്താടി ഫോൺ വിളിച്ച് എടുക്കുന്നേയില്ലല്ലോ നീ? എന്താ പറ? എന്താടി ഒരു ദിവസം കൊണ്ട് നീ ഭയങ്കര ഫേമസ് ആയല്ലോ അല്ലേ? ഇതാ നീ എന്നെ നോക്ക്. ജിമ്മിക്ക് കമ്മൽ ഡാൻസിന് ശേഷം നിന്റെ ഡാൻസ് ആണല്ലോ ഭയങ്കര വൈറലായത്. പിടിക്ക്. നിന്റെ കൂടെയൊക്കെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന എന്റെ ഭാഗ്യം തന്നെ. മിണ്ടാതിരിക്കോ? ഏതവനാ ഇത് അപ്ലോഡ് ചെയ്തത്? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നമസ്കാരമുണ്ട്. തിരിച്ച് നമസ്കാരം പറയണ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇങ്ങോട്ട് വരുന്നവരൊക്കെ എന്നെ പോലെ ആയിരിക്കുമോ? അവൻ നിന്റെ അടുത്ത് ഒച്ച വെക്കും, അത് ഞാൻ അറിയും. അവനോട് ഞാൻ രണ്ടെണ്ണം പൊട്ടിക്കും, എന്നിട്ട് അവൻ അരുവാളെടുക്കും. ആ അരുവാളെടുത്തിട്ട് ഞാൻ അവനെ വെട്ടും. അയ്യേ, എന്തൊരു അലമ്പായിരിക്കും അല്ലേ? പ്രേമം എന്ന് വെച്ചാൽ അഹിംസയാ. അതിൽ വെട്ടും കുത്തൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കുവോ? ഹലോ മിസ്റ്റർ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ വന്ന കാര്യം പറയൂ. ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എങ്ങനെയാ? എന്തെങ്കിലും ഒരു കള്ളമൊക്കെ പറഞ്ഞ് കൈകാര്യം ചെയ്യണം. ബുക്ക് എപ്പോ നോക്കിയാലും എന്നെ തെറ്റിദ്ധരിക്കുവാണല്ലോ നീ. കാശി, രാമേശ്വരം, അല്ലടി ചക്കരെ, എല്ലാം പ്രായമുള്ളവര് പോകുന്ന സ്ഥലങ്ങളാണല്ലേ. നമ്മളെ പോലെ ലവേഴ്സ് ഒക്കെ പോകുന്ന സ്ഥലമൊന്നുമില്ലേ? നീ ഒന്ന് മൂളിയാ മാത്രം മതി. അല്ല മോളെ, ഒരു മനോഹരമായ താജ്മഹൽ, ഒരു എല്ലോറ, ഒരു അജന്ത, ഇതുപോലെ ലവേഴ്സ് ഒക്കെ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ ടൂർ എടുത്തില്ലേ? അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊന്നും ഞങ്ങളുടെ ട്രാവൽസ് ചെയ്ത് ടൂർ പോവാറില്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രേമത്തിന് വില നിനക്ക് മനസ്സിലാവാത്തത്. എനിക്ക് അറിയണമെന്നേ ഇല്ല. ആദ്യം ഇവിടുന്ന് ഇറങ്ങി പൊക്കെ. നോക്കിക്കൂടി, ഒരു ദിവസം എന്തായാലും എന്റെ പ്രേമത്തിന്റെ വില നിനക്ക് മനസ്സിലാവും. അന്ന് നീ തന്നെ എന്നെ തേടി. എന്റെ ദൈവമേ, ഒന്ന് പോവോ? നന്ദി, നമസ്കാരം. ഇവൾക്ക് പോലും പ്രേമമുണ്ട്. ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഇനി പ്രേമിക്കാഞ്ഞിട്ടാ. ചേട്ടാ, മല്ലിയ വന്നിട്ടുണ്ട്. സുഖമായിരിക്കുന്നോ? സുഖം തന്നെ. അമ്മയുടെ അടുത്തൊന്ന് പോവാന്ന് കരുതി. പോയിട്ട് വാ. 10 ദിവസം അവിടെ പോയി സന്തോഷമായിട്ട് നിന്നിട്ട് വാ. അങ്ങനല്ല, അമ്മയുടെ വീട്ടിൽ തന്നെ തങ്ങാന്ന് കരുതുക. അതെന്താ? നാട്ടിലെ ഏതെങ്കിലും പയ്യന്മാര് നിന്നോട് വഴക്കിന് വന്നോ? അത് പിന്നെ മീനാക്ഷി, നീ പോയി കുറച്ച് കാശിങ് എടുത്തിട്ടുണ്ടേ. ചെല്ലേ. എന്താ മോളെ പ്രശ്നം? ഇന്നലെ രാത്രി എന്താ ഇല്ലമ്മേ, ആരോ വാതില് മുട്ടിട്ടുണ്ട്. ഈ നേരത്ത് ആര് വന്ന് വാതിലിൽ മുട്ടാനാ? മോള് വന്ന് കിടക്ക്. മുട്ടിട്ടുണ്ടമ്മേ. നീ കേട്ടെങ്കിൽ ഞാനും കേക്കില്ലേ? എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും. വന്ന് കിടക്ക്.
കഥവും തുറക്കോ ഇല്ലയോ? ചത്തോൻ പ്രേതമായിട്ട് വന്ന് കഥയെ തട്ടിയിരുന്നു. അങ്ങനെയൊന്നും നടക്കില്ല മോളെ. കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ, അതുകൊണ്ട് നിനക്ക് വെറുതെ തോന്നിയതാ. എല്ലാം ഒരു ഭ്രമമാണ് മോളെ. ഇതുകൊണ്ടാണോ നീ നാട് വിട്ടു പോകുന്നത്? അത് മാത്രമല്ല, കൊച്ചിനെയും വെച്ച് ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനാ? ദേ നോക്ക് മല്ലികേ, വേണമെങ്കിൽ നിന്റെ അമ്മയുടെ കൂടെ പോയി നീ 10 ദിവസം നിന്നോ. പക്ഷെ അതിന് കാണാത്തത് കണ്ടെന്ന് പറയുന്നത് ശരിയല്ല. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മനസ്സിലായി. ഈ കാര്യം എന്നോട് പറഞ്ഞതുപോലെ ഈ നാട്ടിൽ ആരോടും പറയാൻ നിൽക്കണ്ട. പിന്നെ ഈ നാട്ടുകാര് മനസ്സിൽ ചിന്തിക്കാത്ത കാര്യം കൂടി ഈ നാട് മൊത്തം പറഞ്ഞു നടക്കും. മനസ്സിലായോ? ഈ വീട് നിന്റെ വീട് പോലെ തന്നെയാ. നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം. ഇവിടെ പഠിത്തം വെറുതെ കളയണ്ട. എന്നാ പിന്നെ നിങ്ങൾ പോയിട്ട് വാ. പെണ്ണ് കാണാൻ പോകുമ്പോ തന്നെ എന്ത് പറ്റുന്ന ഈ വണ്ടിക്കൊക്കെ? അനിയാ, നിങ്ങളോട് ആരാ ഇപ്പൊ എന്താ പറഞ്ഞേ? മാറിക്ക് അങ്ങോട്ട്. നിങ്ങൾ എന്തിനാ ഒന്നേ? വാ ഇങ്ങോട്ട് വാ. എത്തിയല്ലോ താൻ. എടോ, ഞാനാ വണ്ടി ഉന്താൻ പറഞ്ഞ തനിക്ക് എന്താ ഇപ്പോ? തനിക്ക് കുറച്ചെങ്കിലും ബോധം ഉണ്ടോ? അനിയനോട് എന്ത് ജോലിയാ പറയണതല്ലേ ബോധം ഉണ്ടോ? അനിയൻ എന്ത് വലിയ ആളാ. നീ ഇങ്ങോട്ട് വന്നേ. എന്തിനേട്ടാ വെറുതെ ഇതൊക്കെ പറഞ്ഞേ? വണ്ടി ഒന്ന് ഉന്തി തരാനല്ലേ പറഞ്ഞത്, അല്ലാണ്ട് സ്വത്തൊന്നും അല്ലല്ലോ നീ ചോദിച്ചത്. പുറത്തുള്ളതല്ലേ, നിനക്ക് അനിയനെ പറ്റി ഒന്നും അറിയാത്തോണ്ടാ. നീ ഒന്ന് മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ പിന്നെ വിഷമിക്കേണ്ടി വരും. നീ വാനി വാ. ശരി ഏട്ടാ. മോനെ, ഞാനല്ലേ നിന്നോട് തള്ളാൻ പറഞ്ഞേ? അതേലോ. നല്ല നേരം തീരുന്നതിന് മുൻപ് എനിക്ക് പെണ്ണ് കാണാൻ പോണം. ഒന്ന് തള്ളി തരുവോ? ചേട്ടാ, നിങ്ങളാണോ പയ്യൻ? അതെ മോനെ, ഞാനാ കല്യാണ പയ്യൻ. ചെറു പ്രായമല്ലേ ചേട്ടാ? എന്തൊരു സൗന്ദര്യം. All the best ചേട്ടാ. നമുക്ക് തള്ളാം. വാ ചേട്ടാ, അതെ നിങ്ങൾ മോനെ, വയ്ക്കും. വാ, തള്ളു, തള്ളു. പറഞ്ഞാ കേക്കില്ല. എന്നാ പിന്നെ അനുഭവിക്കട്ടെ. എടാ മോനെ, നിന്റെ കൈ തൊട്ട സെക്കൻഡ് വണ്ടി സ്റ്റാർട്ടായില്ലോടാ. സ്റ്റാർട്ടായി. രാഹുകാലം കഴിഞ്ഞില്ലേ? ഇനി എന്തായാലും പെണ്ണിനെ പിന്നെ കാണാം. കിട്ടേണ്ട കമ്മീഷൻ. മോനെ, അവന് വട്ടാടാ. ഞാൻ പോയി പെണ്ണ് കണ്ടിട്ട് വന്നേക്കാം. താങ്ക്സ് എടാ മോനെ, എന്റെ കല്യാണത്തിന് നീ വന്നേക്കണം. താങ്ക്സാ. അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? വണ്ടി തള്ളാൻ പറഞ്ഞില്ലേ, കാശുതാ. മോനെ, ഇതൊക്കെ ഒരു സഹായമല്ലേ? നിങ്ങൾക്കാണത് സഹായം, പക്ഷെ എനിക്ക് അതൊരു ജോലിയാ. വണ്ടി തള്ളാൻ പറഞ്ഞില്ലേ, വണ്ടി സ്റ്റാർട്ട് ആയില്ലേ, അപ്പൊ ഒരു 2000 രൂപ. 2000 രൂപയോ? വണ്ടിയുടെ വാടക 400 ഉള്ളൂ. നിനക്ക് അന്യായമായിട്ട് തോന്നുന്നില്ലടാ? ഓ, എന്റെ അടുത്ത് തന്നെ തർക്കുത്തരം പറയണം. എനിക്കിത് ആവശ്യം തന്നെ. ഞാൻ വണ്ടി തള്ളിയ ഉടനെ, വണ്ടി സ്റ്റാർട്ട് പോയ ഉടനെ നേരെ ഇവിടുന്ന് പെണ്ണിന്റെ വീട്ടിലോട്ട് പോയിട്ട് പെണ്ണിനെയും കണ്ടിട്ട് കല്യാണം കഴിച്ച ഉടനെ അവരുടെ വീട്ടിൽ ഒരു 200 പവനെങ്കിലും ചോദിക്കത്തില്ലേ? അതോ വീട് ചോദിക്കുമോ, കാർ ചോദിക്കുമോ, ബൈക്ക് ചോദിക്കുമോ? കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾ ഹൈറ്റായി ഉള്ള ഒരു സ്ഥലത്ത് ഹണിമൂണി പോകത്തില്ലേ? അവിടെ നിങ്ങൾ സന്തോഷമായിട്ട് ഇരുന്നിട്ട് 2 കുട്ടികളെയും പ്രസവിച്ചിട്ട് നിന്റെ ഹൈറ്റിന് നീ 2 കുട്ടികൾ ചോദിക്കില്ല, ഒരുപാട് വേണമെന്ന് പറയില്ലേ? ഇതൊക്കെ ചേർത്ത് സന്തോഷമായിട്ട് നീ നല്ല ആഡംബരത്തോടെ ജീവിക്കത്തില്ലേ? പക്ഷെ ഈ വണ്ടി തള്ളി നിന്റെ ജീവിതം സ്റ്റാർട്ടാക്കി തന്ന ഞാന് വെറുതെ നടുറോട്ടിൽ നിൽക്കണം അല്ലേ? നീ മാത്രം സന്തോഷമായിട്ട് ജീവിച്ചാ എങ്ങനെയാ? ഡോ, വെളുത്തല്ലേ ഇരിക്കുന്നത്? തനിക്ക് നല്ല സൗന്ദര്യമില്ലേ? എങ്ങല്ലേ നീ? തനിക്ക് മനസാക്ഷിയില്ലടോ? മോനെ മോനെ, എന്നാ പിടിച്ചോ. എനിക്ക് പെണ്ണും പെടക്കോഴും ഒന്നും വേണ്ട, ഞാൻ പോവോ. അങ്ങനെ വാടാ വഴിക്ക്. ആരെടുത്താ നീ? നല്ല തമ്പിയോട് അവന്റെ